holy name. Sing like never before. Oh my soul, I worship your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing till the evening comes. Bless the Lord, oh my soul, oh my soul. I worship His holy name. Sing like never before, oh my soul. I worship Your holy name. എന്റെ ഹൃദയം എന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം എന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൻ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൻ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, നിന്റെ ഹൃദയം നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരണേ, വേഗത്തിൽ വരണേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരണേ, വേഗത്തിൽ വരണേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാരനാഥ മാരനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാരനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം നിന്നിൽ തന്നെയാ, എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം നിന്നിൽ തന്നെയാ. താങ്ക് യു. കൂടെ ജീവിച്ചിടണം, യേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും യേശുവിൻ കൂടെ നടന്നിടണം.
യേശുവിൻ കൂടെ ജീവിക്കണം, യേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും യേശുവിൻ കൂടെ നടന്നിടണം. ഇല്ല പിരിയില്ല നാഥാ, നിന്നിൽ നിന്നും ഞാൻ പോവില്ല നാഥാ. ഇല്ല പിരിയില്ല നാഥാ, അകലില്ല നാഥാ, നിന്നിൽ നിന്നും ഞാൻ പോവില്ല നാഥാ. ആ സ്നേഹമോർത്താൽ, ആ ത്യാഗമോർത്താൽ യേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. ആ സ്നേഹമോർത്താൽ, ആ ത്യാഗമോർത്താൽ യേശുവിൽ നിന്നും പിരിയില്ല ഞാൻ. യേശുവിൻ കൂടെ ജീവിച്ചിടണം, യേശുവിൻ കൂടെ നടന്നിടണം. സുഖമായാലും ദുഃഖമായാലും യേശുവിൻ കൂടെ നടന്നിടണം. യേശുവിൻ കൂടെ ജീവിച്ചിടണം, യേശുവിൻ കൂടെ നടന്നിടണം. അനുജനനം എടുത്താം യേശുരാജനിൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ ഹീനമനുജനമെടുത്താം യേശുരാജനിൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിനാൻ പൊൻശിരസാനിന്മേൽ നിന്നയും ദുഷിയും പീഡയും സഹിച്ചു. ദിവ്യമാം രുധിരം ചൊരിഞ്ഞു നിനക്കായി, കരുണയായി നീ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ഹീനമനുജനനം എടുത്താം യേശുരാജനൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഹീനമനുജനനം എടുത്താം യേശുരാജനൻ സമീപേ നിൽക്കൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. കരുണയും സാഗരമേ, കൃപയും ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ. കരുണയും സാഗരമേ, കൃപയും ഉറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി
നിൻ സ്തുതിയാൽ എൻ ഹൃദയം കവിയുന്നു. നിൻ സ്തുതിയാൽ എൻ ഹൃദയം കവിയുന്നു. ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. അളവിനാൽ അളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ. അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ശൃംഗത്തിൻ ഉയരങ്ങളോടോ നീലവിഹായുസിൻ വിസ്തൃതിയോടോ ഏതിനോടുപമിക്കും നിൻ ദിവ്യ സ്നേഹം. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. നിനക്കു തുല്യൻ നീ മാത്രമല്ലോ. ആരവൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാകമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീയെത്തുമ്പോൾ മാലാകമാരുത്തു പാടാം. തിരുവാക്കിനും പാടുവാനല്ലെങ്കിൽ മാവെനിക്കെന്തിനു നാഥാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. ഈ പോർക്കളത്തിൻ മുൻനിരയിൽ നിന്ന് പൊരുതുവാനെനിക്കാശയുണ്ടേ. ഇച്ഛയതാണെൻ്റെ ആശയതാണെൻ്റെ നിശ്ചയമാണെൻ്റെ യേശുനാഥ. ഇച്ഛയതാണെൻ്റെ ആശയതാണെൻ്റെ നിശ്ചയമാണെൻ്റെ യേശുനാഥ. ഈ യുദ്ധസേവയിൽ കൈപിടിപ്പാൻ ആരുമില്ലേ എൻ പ്രിയരേ. ഈ യുദ്ധസേവയിൽ കൈപിടിപ്പാൻ ആരുമില്ലേ എൻ പ്രിയരേ. മുൻനിരയിൽ എന്നെ എത്തിക്കണേ. പിൻനിരയിൽ എന്നെ തള്ളിടലേ. മുൻനിരയിൽ എന്നെ എത്തിക്കണേ. പിൻനിരയിൽ എന്നെ തള്ളിടലേ. ഈ പോർക്കളത്തിൻ മുൻനിരയിൽ നിന്ന് പൊരുതുവാനെനിക്കാശയുണ്ടേ. അടുത്ത സോളോയുടെ ചെസ് നമ്പേഴ്സ് എന്താണ്?
ഓക്കെ, അടുത്തതായി അതോടൊപ്പം തന്നെ അടുത്തത് അതിനുശേഷം പിന്നീട് നടക്കുന്ന സൂപ്പർ സീനിയേഴ്സിന്റെ സ്പീച്ച് ചെസ്റ്റ് നമ്പേഴ്സും കൂടെ വായിക്കുന്നു. 601, 602, 608, 680, 601, 602, 608 and 609. സൂപ്പർ സീനിയേഴ്സിന്റെ സ്പീച്ചിന്റെ ടോപ്പിക് നമ്മുടെ ചട്ടപ്രകാരം പോരാടുക. കലങ്ങരുതേ മകനെ ഹൃദയം ഒരു നാളും തിരിയാതെയരികിലുണ്ട്. കലങ്ങരുതേ മകനെ ഹൃദയം ഒരു നാളും തിരിയാതെയരികിലുണ്ട്. ഗത്സമയം തോട്ടത്തിൽ ഞാൻ ഏകനായ നേരത്തും അകർന്നിടുവാനായി ഉയരത്തിൽ നിന്നു ഞാൻ സർവവും പരിത്യജിച്ചു. അന്ധതമസിനെ ഉണർന്നിരുന്നപ്പോഴും അത്ഭുത പ്രകാശമായി എന്റെ ആത്മാവിനെ പകർന്നരുളിയല്ലോ ജീവിതത്തിൽ. പകർന്നരുളിയല്ലോ ജീവിതത്തിൽ. കലങ്ങരുതേ മകനെ ഹൃദയം ഒരു നാളും പിരിയാതെ അരികിലുണ്ട്. പിരിയാത്ത സ്നേഹം ഒരു നാളും നിന്നെ പിരിയാത്ത സ്നേഹം. ആ സ്നേഹത്തിൻ നാമമായി ദൈവം. ആ സ്നേഹത്തിൻ നാമമായി ദൈവം. തളരല്ലേ മകനെ, പതറല്ലേ മകളെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാം ദൈവം. ഏകനായി ഒരു നാൾ ഇറങ്ങിയ കാലം, ബന്ധുക്കൾ മിത്രങ്ങൾ വെറുത്തതാം നേരം. ഏകനായി ഒരു നാൾ ഇറങ്ങിയ കാലം, ബന്ധുക്കൾ മിത്രങ്ങൾ വെറുത്തതാം നേരം. തള്ളി കളയാതെ ചേർത്തന്റെ നാഥൻ. തള്ളി കളയാതെ ചേർത്തന്റെ നാഥൻ. തകർന്നു പോകാനവൻ അനുവദിച്ചില്ല. തകർന്നു പോകാനവൻ അനുവദിച്ചില്ല. തളരല്ലേ മകനെ, പതറല്ലേ മകളെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാം ദൈവം. 705 ഉണ്ട്. 705 ഉണ്ടെന്ന് വിളിച്ചാലുണ്ടോ? 705. Okay. അച്ഛാ Please come. Is it there? കയറണോ? ഓക്കെ. ലാസ്റ്റ് സൂപ്പർ സീനിയർ സോളോയിൽ ഒരു ചെസ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ചെസ് നമ്പർ ഇപ്പോൾ വിളിക്കുന്നു 616. ചെസ് നമ്പർ 616. जय मसीह की। सेनाओं का यहोवा मेरा, सेनाओं का यहोवा मेरा संग संग है। याकोब का परमेश्वर हमारा उजागर है। सेनाओं का यहोवा मेरा संग संग
याकूब का परमेश्वर हमारा ऊंचा घर है, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, वो सर्वशक्तिमान प्रभु है, वो यहोवा हमारा संग संग है, वो सर्वशक्तिमान प्रभु है, वो यहोवा हमारा संग संग है। समंदर को जिसने दो भागा, जंगल से मार्ग निकाला, समंदर को जिसने दो भागा, जंगल से मार्ग निकाला, वादा है करता है पूरा, वो यहोवा हमारा संग संग है, वादा है करता है पूरा, वो यहोवा हमारा संग संग है। लाजर को जिसने जगाया, चक्कई को जिसने बचाया, लाजर को जिसने जगाया, चक्कई को जिसने बचाया, उसके लिए सब कुछ संभव, वो यहोवा हमारा संग संग है, उसके लिए सब कुछ संभव, वो यहोवा हमारा संग संग है। लॉर्ड പ്രസിദ്ധരായിരിക്കുന്ന ദേവദാസന്മാർ തിരുമക്കൾ ഏവർക്കും വേഗവരുതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ പ്രാരംഭമായി അറിയിച്ചുകൊള്ളുന്നു. സംഭവബഹുലമായ ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച് ഒരു PIP ടാലന്റ് ടെസ്റ്റും കൂടി നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന വിഷയം സുവിശേഷകന്റെ പ്രവൃത്തി എന്നതാണ്. ആദ്യമായി ഈ വിഷയത്തെ ആസ്പദമാക്കിയ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 1:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്യുന്നു. ഈ വാക്യത്തിൽ നാം കാണുന്നു കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ ഉപദേശിച്ച്. എന്താണ് സുവിശേഷ പ്രവർത്തനം? എന്താണ് സുവിശേഷം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഈ ലോകത്തിൽ വരി ജനിക്കുകയും ജീവിക്കുകയും നമുക്ക് വേണ്ടി തന്നെ താൻ ക്രൂശിൽ യാഗമായി അർപ്പിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം നാം സുവിശേഷമായി മറ്റുള്ളവരെ അറിയിക്കണം. നാം മാത്രമല്ല അറിയേണ്ടത്, കർത്താവ് യേശുക്രിസ്തു സകലയും രക്ഷിക്കാനാണ് ഈ ലോകത്തിൽ വന്നത്. അപ്പോൾ നാം ജാതികളായിരിക്കുന്നവരോട് ഈ സുവിശേഷം നാം അറിയിക്കണം. സുവിശേഷ പ്രവർത്തനം ആദിമകാലങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത് ദൈവത്തെ അറിയിക്കുന്ന, യേശുവിനെ അറിയിക്കുന്ന, അവൻ്റെ മരണം കാര്യങ്ങളെല്ലാം അറിയിച്ച് പലരെയും നാം ഈ കൂട്ടായ്മയ്ക്ക് കൊണ്ടുവരുന്നു. എങ്കിലും ഈ ഇടയായി അതിന് സാവധാനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സുവിശേഷ പ്രവർത്തനം നമ്മുടെ സഭകളിൽ മാത്രം ഒതുങ്ങിപ്പോയോ? ഒരു സുവിശേഷ പ്രവർത്തനം സഭയിലെ പാസ്റ്റർക്ക് മാത്രമായി ഒതുങ്ങിപ്പോയോ? സഭയിലെ പാസ്റ്റർ മാത്രമാണ് സുവിശേഷം അറിയിക്കേണ്ടത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്ത് വിശുദ്ധ നിഷ്കളങ്കമായി ഇരിക്കേണ്ടത് നമ്മെ തെരഞ്ഞെടുത്തു. ആകയാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശീകരണം, അവന്റെ ഓരോ കാര്യങ്ങളും നാം നമ്മുടെ ജനത്തെ അറിയിക്കണം. നാം മാത്രമല്ല സ്വർഗത്തിൽ പോകണമെന്ന് വിചാരിക്കാൻ പാടില്ല. കർത്താവ് യേശുക്രിസ്തു സകലർക്കും വേണ്ടിയാണ് ഈ ക്രൂശിൽ യാഗമായി തീർന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരോടും നാം വചനം അറിയിക്കാം. എഫേസ്യർ 6:14 വായിക്കും. നിങ്ങളുടെ അരിക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരിക്കൽ കാലിന് ചെരിപ്പാക്കിയും എല്ലാറ്റിനും ഈ ദുഷ്ടന്റെ തീർവുകളിൽ എടുക്കുവാൻ തക്ക വിശ്വാസമുള്ള പരിചയം എടുത്തുകൊണ്ട് നിൽക്കും. ഇതിൽ നാം ഒരു പോരാളിയെ കാണുന്നു. ഈ പോരാളിയെ നാം പ്രധാനമായി കാണുന്നത് സമാധാന സുവിശേഷമായുള്ള ഒരിക്കൽ കാലിൽ ചെരുപ്പാക്കണം. എന്നാൽ നമ്മുടെ കാലിൽ ചെരുപ്പാക്കി നാം ഈ ലോകമെമ്പാടും നമ്മുടെ യേശുവിനെ കുറിച്ച് നാം പ്രസംഗിക്കണം, അവനെ അറിയിക്കണം. അതിനാൽ നാം ഒരാളെങ്കിലും നാം യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ദൈവരാജ്യത്തിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. നമുക്കും അതിനൊരു പ്രതിഫലം ഉണ്ടാക്കും. മർക്കോസ് 1:14 വായിക്കുന്നു. കാലം തികഞ്ഞു, ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഈ വാക്യം നമുക്ക് മാത്രമുള്ളതല്ല, സകല ജനത്തെയും ഉള്ളതാണ്.
നാം മാത്രം മനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയ സുവിശേഷത്തെ വിശ്വസിച്ചാൽ പോരാ, സകലരെയും നാം വിശ്വസിപ്പിക്കണം. ഒരു വാക്കെങ്കിലും നാം ഒരു ദിവസമെങ്കിലും നമ്മുടെ കൂടെയുള്ളവരോടോ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത ജാതികളോടോ നാം പറഞ്ഞാൽ അത് ദൈവരാജ്യത്തെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും. ചിലപ്പോൾ അതാരും ആദ്യമേ കൈക്കൊള്ളുകയില്ല. നമുക്കൊരു നിന്ദയും അപമാനവും പരിഹാസവും ചിലപ്പോൾ ഉപദ്രവം വരെ ഉണ്ടായേക്കാം. എങ്കിലും അതിനൊരു നന്മ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകും. അത് അങ്ങനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ആരോടെങ്കിലും നമ്മൾ സുവിശേഷം അറിയിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിനും ഒരു അനുഗ്രഹമായിരിക്കും. ആദ്യകാലത്തിൽ ഒരു പാട്ടുകാരൻ അപ്പച്ചൻ പറയുന്നത് പോലെ ഒരു പെന്തക്കോസ്റ്റൽ വേലയാണ് ഇത്, സുവിശേഷം അറിയിക്കുന്നത്. അതും നമ്മൾ ലജിക്കാൻ പാടില്ല. അത് നമ്മൾ ചന്തമോടെ ആ വേല ചെയ്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ഒരാളെങ്കിലും നേടിക്കൊടുക്കണം. ആകയാൽ നാം പൂർണ്ണ വിശുദ്ധിക്കായി ഒരുങ്ങണം. ആകയാൽ നമുക്കൊരു ഒരുക്കമുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, അനുസരണമുള്ളവരായി, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി ഉയർപ്പിൻ സുപ്രഭാതത്തിൽ പേർ വിളിക്കുന്നവരോ അവരുടെ കൂടെ കാണാമെന്ന പ്രത്യാശയോടെ നമുക്ക് ഈ വചനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. God has given me, and this is the first time that I'm participating in talent test in IPC Tabernacle Church. And once again, I greet everyone in the name of Jesus Christ. I came here with the topic of do the work of evangelism. Like, as we all know, we are a living Christ. We all know Jesus Christ is true living God. Are they our colleagues or the workers who are living with us? Did they know Jesus Christ is true living God? No. No one knows about it because we shouldn't be selfish about it. Only ourselves should know about Jesus Christ. Let us also be a part of that, and let us also be a part of the God's kingdom for His building of God's kingdom. Likewise, I would like to I would like to read a Bible verse from Matthew chapter 28, verse 19 and 20. Go therefore and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit, teaching them to observe all that I have commanded you, and behold, I am with you always to the end of the age. This verse, we all believe in the word because God is the only true God. We know that we should be the part of the evangelism. It's not only by preaching. It's about the responsibilities what we have towards the generation. That's what we should be a good role model for them. Likewise, we say we go wherever we go. We'll be in different kind of responsibilities have, but still we should be a part of it because not always. I heard always saying that Christian is not a religion. Christianity is a reality of we are behaving. It's like the way we without seeing us with what we are working or what we are doing, people should know that they are worshiping the true God. They are loving the true God. Maybe in our lifestyle, we may be having a lot of problems, lot of circumstances, especially financially, we may be having a lot of problems. But through that, we shouldn't come down. Through that, let's people through the hard times, we should be part of Him. We have to be glorifying the God who is true God to us. In that, the 5 main keys of evangelism, I would like to say, is that hospitality, the way we are behaving the people, the way we are talking to the people, how we are caring to the people, how we are providing the needs to the people. That's the main thing. And secondly, relationship. The relationship, we shouldn't be part of only the Christian families. We should be part of the other non-religion also. They may be worshipping the true idols, but we are responsible for that. We are the people who are going to come up in the building the God's kingdom. And the next thing is sharing the Christian message. Without telling a word, it's a simple word we always say is God loves you. When we say to one person who's going through a lot many problems, if we say, they may be thinking like what just the word God loves you. It may be small thing for us, but it will be a touch wood for them. Like what someone is loving me. Maybe my family members have been forsaking me. But when we tell to the people that God loves you, definitely they'll have some changes in their life. Another thing is rootedness in the church. What is the meaning of rootedness in the church? Like we are being part of the church, not only the part. We should be coming up forward and make sure that we are taking part of the church. Like when pastors, in the absence of pastor or in the absence of our beloved brothers, we should come forward and
be a part of the church, leading the worship, leading the sermon, or leading anything, whatever the part we have been taking up. And I would like to read a verse from John chapter 3 verse 16. For God so loved the world that he gave his only son, that whoever believes in him should not perish but have eternal life. This word, everyone may be thinking is a normal verse, a common verse. But the thing is, this word, this Bible verse is a very big thing, because from small age, from the kindergarten, from the elder people knows this word, John chapter 3 verse 16. Because what is the main reason is that for God so loved the world, he sent his only beloved son, and the one who believes in should not perish. God wants us not to be perishing in this world. We should be rootedness in the Christ and believe in God that we are sharing the gospel and we are sharing the evangelism in the nation. And other thing is, likewise, let us also be a part of the church, be a part of the nation also. We should be responsible. Now maybe we are just commonly we are just combining as a church family. But maybe next year we may not be having other person with us. So make sure that we are in presence, and likewise let us also commit to the God for God's kingdom. Thank you.